കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്ന് 165 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി വിജയിച്ചയാളാണ് ചന്ദ്രബാബു. കൊട്ടും പാട്ടുമൊക്കെ വശമുണ്ട്. കഴിഞ്ഞ തവണ പ്രചാരണത്തിൽ കൊട്ടിക്കയറിയത് പഞ്ചായത്തിന്റെ ഭരണസമിതിയിലേക്ക്. ഇത്തവണ പഴയ 15-ാം വാർഡ് 4 വാർഡുകളായി വിഭജിക്കപ്പെട്ടു. സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണത്തിലാണ് ചന്ദ്രബാബു. ഇതിൽ ചെണ്ട തന്നെയാണ് താരം. വില്ലുവണ്ടിയിലേറി വന്നതാരുടെ വരവോ, കല്ലുമാല പറിച്ചെറിഞ്ഞതുമാരുടെ വരവോ. കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ തന്നെ എല്ലാ വീടുകളിലും എല്ലാ പ്രദേശത്തും തൊഴിലുറപ്പ് സൈറ്റുകളിലൊക്കെ തന്നെ ചെണ്ട കൊട്ടിയും പാട്ടുപാടിയും ആണ് വോട്ട് പിടിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ജയിപ്പിച്ചാൽ ഞങ്ങളോട് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് അതേപോലെ ഈ നിമിഷം വരെ അവരോട് കൂടെയുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഞാൻ ഉണ്ട് എന്നാണ്, ഞാൻ പോയാലും അവരുടെ മനസ്സിലുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്ഥാനാർത്ഥികളായ ജമുന മർക്കോസും MS നിഷയുമൊക്കെ ചന്ദ്രബാബുവിന്റെ പാട്ടും കൊട്ടും പ്രചാരണത്തിന്റെ ഭാഗമാക്കുന്നുണ്ട്. ചെണ്ടെന്ന് പറയുന്നത് ഒരു നാടൻ കലാരൂപമല്ലേ, അപ്പോൾ നാട്ടുകാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങനെയാണ് വിചാരിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിലാണ് സ്വീകരിക്കുന്നത്. ചെണ്ട കൊട്ടിനോട് ആത്മവിശ്വാസമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ പാരമ്പര്യമാണ് ഇതൊക്കെ. അപ്പം ഇതൊന്നും നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആക്കുമ്പോൾ ഉഷാറല്ലേ. വോട്ട് തേടിയെത്തുന്ന ഇടങ്ങളിൽ കൊട്ടിനൊപ്പം പാട്ടുയരുന്നതും കാണാം. കുറുമ്പക്കാവിലമ്മ ഉടപ്പുറത്തേറി വന്നമ്മ, കുടിയിരുന്നമ്മ ഒന്നുളം കാവിൽ വായുമമ്മ. തെരഞ്ഞെടുപ്പ് പ്രചാരണം പലവിധം. ചെണ്ട കൊട്ടിയും പാട്ടുപാടിയും ഇതൊരു മുള്ളൻകൊല്ലി മോഡൽ.